നിന്നൊക്കെ എടാന്ന് വിളിച്ചിട്ട് കാര്യമില്ല. എടി വിഡ്ഢി, നിന്നെ ഞാൻ ഇഷ്ടപ്പെടണല്ലേ? മനസ്സിലായി? നിന്റെ ഏത് വിഡ്ഢി സെൻറ്റർ നിന്റെ കൂടെ ഇരിക്കുന്നത് എന്തായാലും ആയിക്കോട്ടെ. ഞാൻ വെച്ചാൽ നിങ്ങൾ ബാപ്റ്റിസം ചെയ്തിട്ടുള്ള നിങ്ങൾ ക്രിസ്ത്യാനിറ്റി ഒരു ബന്ധമില്ല. വിഡ്ഢിത്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. എൻ്റെ മുന്നിൽ നിങ്ങൾ വിഡ്ഢിത്തം വീണ്ടും പൂർണ്ണ അറിവില്ലാണ്ട് മരുന്ന് കൂട്ടി വാങ്ങാൻ കിടക്കുന്നുണ്ട്. ഇനിയും മരുന്ന് കൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മനസ്സിലാക്കാണ്ട് ഇനി മരുന്ന് കൂട്ടി വാങ്ങാൻ കിടക്കാണ്. വിഡ്ഢികളെ പോലെ ആവരുത് നിങ്ങൾ. തമ്മിൽ തമ്മിൽ കുഴി ചാടിച്ചാൽ എല്ലാം സീക്രട്ട് റിവീൽഡ് ആയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ വിഡ്ഢിത്തം കാണിച്ച് നിങ്ങളെ പോലെ വിഡ്ഢികളെ ഞാൻ ഇഷ്ടപ്പെടണില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടണം നിർബന്ധ ശാഠ്യം? നിങ്ങളെ വിഡ്ഢികളോട് ജീവനുള്ള ദൈവമായിട്ടൊരു ബന്ധമില്ല. അതും ജീവനുള്ള ദൈവത്തിന് പറയാം. വിഡ്ഢികളായിട്ട് നടക്കണവർ വീണ്ടും വിഡ്ഢികളെ ജനിപ്പിക്കാനായിട്ട് ഇത്ര നിർബന്ധം ഉണ്ടാവും ആർക്കെങ്കിലും? ഗ്ലീഷ പോലത്തെ വിഡ്ഢികൾ നിന്റെ കൂട്ടത്തിലുള്ളവരായിരുന്നു, കുട്ടി ചത്തു. അവരായിട്ട് ഇവിടെ ഹാരിസായിട്ട് എന്താ ബന്ധം? അവർ നിന്നോട് എന്തിനു വായ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്? തമ്മിൽ തോണ്ടി അടുത്തിരിക്കാത്തവരോട് എനിക്ക് എന്തിനാ അവരുടെ ആവശ്യം? അവരോട് എന്ത് പറഞ്ഞ് ബോധിപ്പിക്കണം? പറയേണ്ട രീതി പറഞ്ഞിട്ടുണ്ട്. ഇനി മനസ്സിലായിട്ടില്ലേ? എവിടെ വെച്ചാൽ ഇനിയും പറയും. പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ അതുപടി വെഡിത്ത റിപ്പീറ്റഡ് ഇത് പാതിരി കുറേ സ്ത്രീകളെയും നശ്വരമായ സ്ത്രീകളെയും ജൽപ്പനി ചുമല നശ്വരമായ മൃഗങ്ങളെ ആരാധിച്ചിരിക്കുകയാണ് നിങ്ങൾ. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ സെയിം. എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള പിന്നെ എന്തിനാ ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട നിർബന്ധ ഷാട്ടുകളെ പോലെ വിഡ്ഢികളെ പോലെ ഇപ്പോഴും മൂട്ടിന്ന് വിടാത്ത നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണോ? തലയിൽ നാവോട്ട് മൂട്ടിന്ന് വിട്ട് 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 ആകെ അലങ്കോലായിട്ട്. എനിക്ക് നാണമുള്ളൂ. നാവ് എന്ന് പറഞ്ഞ വിലയുള്ള സംസാരമാണ്. മൂട്ടിന്ന് ഇവിടെ എന്ത് മൂട് ചെയ്തോളെന്ന് അറിയില്ല എപ്പോഴും. വേസ്റ്റ് തന്നെ വേസ്റ്റ് കളയാൻ വായിക്കോടെ നാണമല്ല എപ്പോഴും.